Next question. Limit x tends to infinity x into e raised to minus x. x into e raised to minus x. അപ്പം നമ്മൾ ഈ ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ എക്സിലെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് ഇൻഫിനിറ്റി ആണ്. ഇനി ഇ റൈസ് ടു മൈനസ് എക്സിന്റെ കാര്യം അത് ഞാൻ സൈഡിൽ ചെയ്യാം. ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 1 ഇ റൈസ് ടു എക്സ് ആണ്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ഇ റൈസ് ടു മൈനസ് എക്സ് 1 ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. 1 ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് അത് 0 ആണ്. ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് ആള്, എക്സ് അല്ല. ഇ റൈസ് ടു എക്സ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് ആയതുകൊണ്ട് ഇ റൈസ് ടു മൈനസ് എക്സ് 1 ഇ റൈസ് ടു എക്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് 1 ഇൻഫിനിറ്റി ആവുന്നു 0 ആവുന്നു. 1 ഇൻഫിനിറ്റി ആവുന്നു 0 ആവുന്നു. അതുകൊണ്ട് ഇത് 0. ഇതിന്റെ ഫോർമാറ്റ് ഇൻഫിനിറ്റി ഇൻറ്റു 0 അല്ലെങ്കിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. കൺഫേംഡ്, കഴിഞ്ഞു. അപ്പൊ ചിലർക്കൊക്കെ പറ്റുന്ന തെറ്റാണ്, അതാണ് ഞാൻ സൈഡ് ചെയ്ത് കാണിച്ചു തന്നത്. ഇ റൈസ് ടു എക്സ് അല്ല ഇ റൈസ് ടു മൈനസ് എക്സ്. ഇ റൈസ് ടു എക്സ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകുന്നു. ഇ റൈസ് ടു മൈനസ് എക്സ് ആകുമ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് 1 ഇൻഫിനിറ്റി 0യിലേക്കാണ് പോകുന്നത്. ഡൺ. ഇനി ഇയാളെ നമുക്ക് ഒരാളെ റെസിപ്രോക്കൽ താഴെ കൊണ്ടുപോകണം, ഒരാളെ താഴെ കൊണ്ടുപോകണം. നിങ്ങൾ എക്സിനെ താഴെ കൊണ്ടുപോയാൽ ഡിനോമിനേറ്ററിൽ 1/x ആവും. 1/xന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. അതായത് നമ്മുടെ ആ ഒരു ചോദ്യം വലുതാവുകയാണ് ചെയ്യുന്നത്. 1/x² എന്നൊക്കെ പറയുമ്പോൾ വലുതായി. അപ്പൊ നമ്മൾ അയാളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇ റൈസ് ടു മൈനസ് എക്സിനെ താഴെ കൊണ്ടുപോകാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ 1 ഇ റൈസ് ടു മൈനസ് എക്സ്. അതായത് ആ പുള്ളിക്കാരനെ നമുക്ക് 1/x ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ ഇ റൈസ് ടു എക്സ് എന്ന് എഴുതാം. കാരണം 1 ഇ റൈസ് ടു മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് മേളിൽ പോകുമ്പം ഇ റൈസ് ടു എക്സ് ആവും. ഇനി ലിമിറ്റ് കൊടുത്തു നോക്കാം. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, താഴെ ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമായി ലാപിറ്റൽ റൂൾ ഉപയോഗിക്കാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇപ്രാവശ്യം ലിമിറ്റ് കൊടുക്കുമ്പോൾ മുകളിൽ 1 താഴെ ഇൻഫിനിറ്റി ആകും. 1 ഇൻഫിനിറ്റി 0 ആണ്. 1 ഇൻഫിനിറ്റി 0. അതായത് ഈ പാർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ലിമിറ്റ് 0 ആണ്. കഴിഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എക്സ് മൈനസ് പൈ ഇൻറ്റു ടാൻ എക്സ് ബൈ 2. ടാൻ എക്സ് ബൈ 2. ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ പൈ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ പൈ മൈനസ് പൈ 0. ഇവിടെ ടാൻ പൈ ബൈ 2 ആവും. ടാൻ പൈ ബൈ 2. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. സൈൻ ബൈ കോസ് ആണ്. സൈൻ ബൈ കോസ്. അതായത് സൈൻ പൈ ബൈ 2 ബൈ കോസ് പൈ ബൈ 2. സൈൻ പൈ ബൈ 2 1 ആണ്. കോസ് പൈ ബൈ 2 0 ആണ്. അതായത് ഇൻഫിനിറ്റി ആണ്. ടാൻ പൈ ബൈ 2 ഇൻഫിനിറ്റി ആണ്. ടാൻ പൈ ബൈ 2 ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി. ഞാൻ അതാണ് സൈഡ് ചെയ്തത്. സൈൻ പൈ ബൈ 2 കോസ് പൈ ബൈ 2 ആണ്. ദാറ്റ് ഇസ് 1/0. ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. അപ്പൊ ഇത് 0/ഇൻഫിനിറ്റി ഫോർമാറ്റിൽ തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരാളെ താഴെ കൊണ്ടുപോകേണ്ടി വരും. ഒരിക്കലും എക്സ് മൈനസ് പൈനെ താഴെ കൊണ്ട് പോകരുത്. അത് അപകടമാണ്. 1/x മൈനസ് പൈ എന്നാവും. അത് വലുതാകും. അതുകൊണ്ട് ഞാൻ ഇവിടെ ടാനിനെ താഴെ കൊണ്ടുപോകുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എക്സ് മൈനസ് പൈ ഡിവൈഡഡ് ബൈ 1/tan എക്സ് ബൈ 2. 1/tan എക്സ് ബൈ 2. ടാനിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കോട്ടാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എക്സ് മൈനസ് പൈ ഇൻറ്റു കോട്ട് എക്സ് ബൈ 2. നമുക്ക് കൊടുക്കാം. പൈയിലേക്ക് പോകുമ്പോൾ പൈ മൈനസ് പൈ 0 ആണ്.
കോട്ട് പൈ ബൈ ടു കോട്ട് പൈ ബൈ ടു കോട്ട് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ ടു ബൈ സൈൻ പൈ ബൈ ടു ആണ്. കോസ് പൈ ബൈ ടു ബൈ സൈൻ പൈ ബൈ ടു. കോസ് പൈ ബൈ ടു 0 ആണ്, സൈൻ പൈ ബൈ ടു 1 ആണ്. 0 ബൈ 1 0. അപ്പോൾ ഡിനോമിനേറ്ററിലും 0 ആണ്. 0 ബൈ 0 ഫോർമാറ്റ് കിട്ടി. ഇനി ലാപ്പിറ്റൽ റൂൾ ഉപയോഗിക്കാം. എക്സ് മൈനസ് പൈയുടെ ഡെറിവേറ്റീവ് 1, കോട്ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ബൈ 2 ഇൻറ്റു 1 ബൈ 2. കോട്ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ബൈ 2, എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് 1 ബൈ 2. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ, ഈ 2 മുകളിലേക്ക് പോയിട്ട് ഈ മൈനസും കൂടെ ചേർന്ന് -2 ആവും. എന്നിട്ട് കൊസീക് സ്ക്വയർ എക്സ് ബൈ 2, കൊസീക് സ്ക്വയർ എക്സ് ബൈ 2, കൊസീക് സ്ക്വയർ എക്സ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ കൊസീക് സ്ക്വയർ പൈ ബൈ 2, കൊസീക് സ്ക്വയർ പൈ ബൈ 2. സൈൻ പൈ ബൈ 2 1 ആണ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ. അപ്പൊ താഴെ 1 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്നത് -2 ബൈ 1 സ്ക്വയർഡ്, ദാറ്റ് ഇസ് ഈക്വൽ ടു -2. -2 ബൈ 1 സ്ക്വയർഡ്, ദാറ്റ് ഇസ് -2. കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ലിമിറ്റ്, ഇയാളുടെ ലിമിറ്റ് -2 ആണ്. ഇയാളുടെ ലിമിറ്റ് -2 ആണ്. അപ്പൊ ആര് എടുക്കുമെന്ന് തിരിച്ചറിയുക. എക്സ് മൈനസ് പൈനെ എടുത്തിരുന്നെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. എന്തായാലും നമ്മൾ കുടുങ്ങിപ്പോവും. ഇപ്പൊ നമ്മൾ സ്മൂത്ത് ആയിട്ട് ആൻസറിലെത്തി. നമ്മൾ ഈ താഴേക്ക് കൊണ്ടുപോകുന്നത് ടാന് താഴേക്ക് കൊണ്ടുപോയാൽ ഡെറിവേറ്റീവ് പ്രശ്നമല്ലേ എന്ന് വിചാരിച്ച് കൊണ്ടുപോകാതിരിക്കുകയും എക്സ് മൈനസ് പൈനെ താഴെ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം കോംപ്ലിക്കേഷൻ ആവാറുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. നെക്സ്റ്റ് ലിമിറ്റ് x tends to infinity, x into sine pi by x, x into sine pi by x, x into sine pi by x. ശരി, അപ്പൊ ഇതിന്റെ ലിമിറ്റ് നോക്കാം. ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് ഇൻഫിനിറ്റി, സൈൻ പൈ ബൈ ഇൻഫിനിറ്റി, സൈൻ പൈ ബൈ ഇൻഫിനിറ്റി സൈൻ 0, സൈൻ 0 0, സൈൻ 0 0. അത് ഇൻഫിനിറ്റി ഇൻറ്റു 0 അല്ലെങ്കിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോർമാറ്റ് തന്നെയാണ്. അപ്പൊ ഒരാളെ താഴേക്ക് കൊണ്ടുപോകണം. Therefore, this will be limit x tends to infinity, sin pi by x-നെ ഞാൻ മുകളിലേക്ക് ഇട്ടിട്ട് x-നെ താഴെ കൊണ്ടുപോയി. ഓക്കെ, കാരണം നമുക്ക് കാണാം, നമുക്ക് എന്താണെന്നുള്ളത് ഡെറിവേറ്റീവ് എടുത്ത് കാണാം. അതിനു മുമ്പ് ഇതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. സൈൻ പൈ ബൈ ഇൻഫിനിറ്റി സൈൻ 0, ദാറ്റ് ഇസ് 0. 1 by infinity 0, 0 by 0. ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് പൈ ബൈ എക്സ്, പൈ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് -1 by x സ്ക്വയർ, -1 by x സ്ക്വയർ. കോൺസ്റ്റന്റ് ആയ പൈയും കൂടെ കാണും. 1 by x-ന്റെ ഡെറിവേറ്റീവ് -1 by x സ്ക്വയർ. -1 by x സ്ക്വയർഡ് രണ്ട് സൈഡും വെട്ടിപ്പോവും. ബാക്കി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി പൈ ഇൻറ്റു കോസ് പൈ ബൈ എക്സ്. എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി കോസ് 0 1 ആണ്. പൈ ഇൻറ്റു 1 പൈ ഇൻറ്റു 1 പൈ. കഴിഞ്ഞു. ഡൺ. ഇവിടെ ഞാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാല് സൈൻ പൈ ബൈ എക്സ്, സൈനിന്റെ അകത്ത് 1 by x കിടപ്പുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ 1 by x-ന്റെ ഡെറിവേറ്റീവ് കൂടെ വെളിയിൽ വരുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ എക്സിനെ താഴെ കൊണ്ടുപോയ 1 by x, അതിന്റെ ഡെറിവേറ്റീവും അതിന്റെ അകത്ത് നിന്ന് വരുന്ന 1 by x-ന്റെ ഡെറിവേറ്റീവും തമ്മിൽ ക്യാൻസൽ ആയി പോയിട്ട് ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. പക്ഷെ നമ്മള് ഈ സൈനിനെ എങ്ങനെ താഴെ കൊണ്ടുപോയി താഴെ കൊസീക്കായി മാറുന്നത്, താഴെ 1 by sin
കൊസീക്കായി മാറും. കൊസീക്കിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആണ്. അതിന്റെ കൂടെ ഇതിന്റെ അകത്ത് 1/x കൊണ്ടുണ്ട് മൈനസ് 1/x² അവിടെയും വരും, കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സൈൻ π/x താഴെ എടുത്തു നോക്കി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പൊ മനസ്സിലാവും പ്രശ്നമാവുമെന്ന്. അങ്ങനെ ചെയ്തു നോക്കിയതിൽ തെറ്റൊന്നുമില്ല. തെറ്റ് സംഭവിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമ്മൾ ശരി ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ചെയ്ത് നോക്കാം. ഡൺ. Now, next question. Limit x tends to 0 tan x log x. Tan x log x. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. tan 0 0 ആണ്. log 0 ഇന്നലെ നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റി ആണെന്ന്. log 0 ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞു. Therefore, this is 0 into infinity. This is 0 into infinity. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇയാളിലെ ഒരാളെ മാറ്റാം. ഞാനിവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എക്സിനെ മുകളിൽ എടുത്തിട്ട് ടാൻ എക്സിനെ താഴെ കൊണ്ടുപോയി 1/tan x. ലോഗ് എക്സിനെ താഴെ കൊണ്ടുപോയാൽ 1/log x ആകും. അതിന്റെ ഡെറിവേറ്റീവ് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ടാൻ ആവുമ്പോൾ 1/tan കോട്ടാണ്. അതിന്റെ ഡെറിവേറ്റീവ് ഒറ്റ വരിയിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ, log x by cot x. ഇനി കൊടുക്കുമ്പോൾ ലോഗ് ഇൻഫിനിറ്റി ആണ്. ലോഗ് ഇൻഫിനിറ്റി എക്സ് ടെൻസ് ടു 0 ആയിരുന്നു അല്ലേ? എക്സ് ടെൻസ് ടു 0 അടുത്ത സ്റ്റെപ്പ് വന്നപ്പോൾ ഞാൻ അറിയാതെ ഇൻഫിനിറ്റി എന്ന് എഴുതി പോയതാണ്. ലോഗ് ഇവിടെ 0 ആണ്. ലോഗ് 0 ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കോട്ട് 0 എന്ന് പറയുന്നത് sin 0 by cos 0. sin 0 by cos 0. ഓക്കെ, അല്ല sin 0 അല്ല, cos 0 by sin 0 ആണ്. ഇൻഫിനിറ്റി ആണ്. cot 0 എന്ന് പറയുന്നത് cos 0 by sin 0 ആണ്. cos 0 1ഉം sin 0 0യും ആണ്. അങ്ങനെ 1/0 ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. കോസിന്റെ ഡെറിവേറ്റീവ്, കോട്ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. ഇനി നമ്മൾ 0 കൊടുക്കുമ്പോൾ ഇത് 1/0 ഇൻഫിനിറ്റി ആണ്. താഴെ കൊസീക്ക് 0. അതായത് സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. സൈൻ 0 0 ആണ്. കൊസീക്ക് 0 ഇൻഫിനിറ്റി ആയി മാറും. അതാണ് കുഴപ്പം. കൊസീക്ക് 0 ഇൻഫിനിറ്റി ആവും. അപ്പൊ വീണ്ടും നമുക്ക് വന്നിരിക്കുന്നത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാറ്റ് ആണ്. നമുക്ക് ഇപ്പോഴും വന്നിരിക്കുന്നത്. പക്ഷെ ഞാനിവിടെ റീഅറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കുന്നില്ല. റീഅറേഞ്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. -1/x into cosec square x. ഇനി ഒന്ന് നോക്കുകയാണെങ്കിൽ താഴെ x tends to 0, x into cosec square x. സ്റ്റിൽ ഒരു പ്രോബ്ലം ആണ് ഞാനിവിടെ കാണുന്നത്. കാരണം നമ്മുടെ ഡിനോമിനേറ്ററിൽ എക്സ് 0 എന്ന് പോകുമ്പോൾ എക്സ് 0യിലേക്ക് പോകും. അതേസമയം കൊസീക്ക് 0 ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയും. ഡിനോമിനേറ്ററിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി വരികയാണ്. അപ്പൊ അയാളുടെ കാര്യം ഒരു ചെറിയ പ്രശ്നമായിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ അവസാനത്തെ സ്റ്റെപ്പ് ഒന്ന് മായ്ക്കുന്നു.
അവസാനത്തെ സ്റ്റെപ്പ് മായ്ച്ചിട്ട് ഇത് വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്നതുകൊണ്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 -1/x². -1/x². ഇവിടെ കൊസീക്ക് സ്ക്വയർ ആണ്, മൈനസ് ഉണ്ട്, 2 cosec x. 2 cosec x. അടുത്ത് കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ്. കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ആണ്. മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ആണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ഇട്ടു. മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ഇട്ടു. എത്രമാത്രം ശരിയാവുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്കൊന്ന് നോക്കാം. Therefore this will be 3 മൈനസ് ഉണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു മൈനസ് ആവും. -1/x². താഴെ 2 cosec square x cot x. Cosec square x cot x. റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. റീഅറേഞ്ച്മെന്റ്സ് നടക്കുമ്പോൾ ഈ കോട്ടെക്സിന്റെ റെസിപ്രോക്കൽ മാളിപ്പോവും. കോട്ടെക്സ് 1/cot x അല്ലേ, അപ്പൊ അത് മാളിപ്പോയിട്ട് tan x ആകും. tan x ആകും. ഡിവൈഡഡ് ബൈ x² ഉണ്ട്, 2x² cosec square x. 2x² cosec square x. അതാണ് ആവുന്നത്. ഇനി വേണമെങ്കിൽ കൊസീക് സ്ക്വയർ എക്സിനെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് മാറ്റിയിട്ട് മുകളിൽ കൊണ്ടുപോകാം. കൊസീക് സ്ക്വയർ എക്സ് മുകളിൽ പോകുമ്പോൾ അത് സൈൻ സ്ക്വയർ എക്സ് ആയി മാറും. സൈൻ സ്ക്വയർ എക്സ്. അങ്ങനെ ചെയ്യാം. അത് വേണമെങ്കിൽ ഇവിടെ നിന്നേ നമുക്ക് ചെയ്യാമായിരുന്നു. ബൈ എക്സ്. യെസ്, ഇവിടെ നിന്നേ ചെയ്യാമായിരുന്നു കേട്ടോ. അത് ഞാനിത് ഇവിടെ നിന്ന് വീണ്ടും മായ്ക്കുന്നു. നമുക്ക് അവിടെ നിന്ന് ചെയ്തു. ഒരു സ്റ്റെപ്പ് കുറയുമെങ്കിൽ കുറയട്ടെ. That is limit extends to 0. 1/x. ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇട്ടു. 1/x. കൊസീക് സ്ക്വയറിന്റെ റെസിപ്രോക്കൽ മുകളിൽ പോകുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ആവും. സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ ഇത് സൈൻ 0 ആണ്. എക്സ് 0യിലേക്ക് പോകുന്നു. 0/0 ഫോർമാറ്റ്. ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ 2 സൈൻ എക്സ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1. എക്സിന്റെ ഡെറിവേറ്റീവ് 1. കോംപ്ലിക്കേഷൻ ഒഴിവായി. നേരത്തെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ എടുക്കേണ്ട രീതിക്ക് എടുത്തില്ല എങ്കിൽ ഈ സാധനം വീണ്ടും വലുതായിക്കൊണ്ടിരിക്കും. ഇയാള് വീണ്ടും വലുതായിക്കൊണ്ടിരിക്കും. അതാണ് പ്രാക്ടീസിന്റെ ഉപയോഗം. അതാണ്. അതായത് എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ബോധം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാഠത്തിലെ എല്ലാ പ്രോബ്ലവും ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഇവിടെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് -2 × sin 0 ആണ്. cos 0 1 ആണ്. ഡിനോമിനേറ്റർ 1 തന്നെ. അപ്പൊ ബാക്കി ലിമിറ്റ് 0. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. tan x × log x എന്ന് പറയുന്നതിന്റെ ലിമിറ്റ് 0. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. tan x × log x is equal to 0. ഡൺ. അപ്പൊ ക്വസ്റ്റ്യനിൽ തെറ്റിയ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മള് ചിലപ്പോഴൊക്കെ പ്രാക്ടീസിന്റെ കുറവ് കൊണ്ട് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് കൃത്യമായി പരിഹരിച്ചിട്ട് പോവുക. ഇനി അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/2 sec 3x cos 5x. sec 3x cos 5x. ഇതിന്റെ ലിമിറ്റ് ആണ് കാണാനുള്ളത്. ഫോം എന്താണെന്ന് നോക്കാം. sec എന്ന് പറഞ്ഞാൽ 1/cos ആണ്. sec 3π/2 cos 3π/2 0 ആണ്. അപ്പൊ 1/0 വരും, ഇൻഫിനിറ്റി ആണ്. cos 5π/2 0 ആണ്. 0 ഇൻഫിനിറ്റി × 0.
അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 കോസിനെ നിർത്തിയിട്ട് കോസിനെ മുകളിൽ നിർത്തിയിട്ട് സീക്കിനെ താഴെ കൊണ്ടുപോകും. സീക്കിന്റെ റെസിപ്രോക്കൽ കോസ് ആണ്, അതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 കോസ് പൈ 5x ഡിവൈഡഡ് ബൈ കോസ് 3x കോസ് 5x ഡിവൈഡഡ് ബൈ കോസ് 3x ഇങ്ങനെയാക്കി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സീക്കിന്റെ റെസിപ്രോക്കൽ എടുത്ത് അത് കോസ് ആവുന്നതാണ് നമുക്ക് എളുപ്പം, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി കൊടുക്കുമ്പോൾ കോസ് 5π ബൈ 2 0, കോസ് 3π ബൈ 2 0, 0/0 ഫോം. ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 5x ആണ് ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ അഗെയിൻ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 3x ആണ് ഇൻറ്റു 3. മൈനസും മൈനസും പോവും. കൊടുക്കുമ്പോൾ 5π ബൈ 2 മൈനസ് 1 ആണ്. സൈൻ 3π ബൈ 2 മൈനസ് 1 ആണ്, മൈനസ് 1. അപ്പൊ മൈനസ് 1 കൂടെ പിന്നെയും പ്ലസ് ആവും. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 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 5/3. 5/3 ആണ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. 5/3 സിമ്പിൾ കാര്യം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈ ഒരു ഫോർമാറ്റിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ x മൈനസ് പൈ ഇൻറ്റു കോട്ടെക്സ്. നമ്മൾ പൈ കൊടുക്കുമ്പോൾ പൈ മൈനസ് പൈ 0 ആണ്. കോട്ട് പൈ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് പൈ ബൈ സൈൻ പൈ. കോസ് പൈ മൈനസ് 1 ആണ്, സൈൻ പൈ 0 ആണ്. മൈനസ് 1/0 ഇസ് ഇൻഫിനിറ്റി. 0 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. 0 ഇൻറ്റു ഇൻഫിനിറ്റി. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഒരാളെ റെസിപ്രോക്കലിലേക്ക് കൊണ്ടുപോയിട്ട് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് വരും. ആരെ കൊണ്ടുപോകാൻ നിങ്ങൾ വിചാരിക്കുന്നു? പറയാം, ആരെ കൊണ്ടുപോകാൻ? കോട്ടിനെ കൊണ്ടുപോവാം. കാരണം കോട്ട് താഴെ പോകുമ്പോൾ അതിന്റെ റെസിപ്രോക്കല് ടാനായി മാറും. 1/cot x. Therefore, this is equal to limit extends to pi x minus pi by tan x. ലിമിറ്റ് കൊടുത്തു നോക്കുന്നു. എക്സ്റ്റെൻസ് ടു പൈ എക്സ് മൈനസ് പൈ 0 ആണ്. ടാൻ പൈ എന്ന് പറയുന്നത് സൈൻ പൈ ബൈ കോസ് പൈ ആണ്. സൈൻ പൈ 0, കോസ് പൈ മൈനസ് 1, 0/-1 0 again, 0/0. ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കുന്നു. ഡെറിവേറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. എക്സ് മൈനസ് പൈയുടെ ഡെറിവേറ്റീവ് 1, ടാനിന്റെ ഡെറിവേറ്റീവ് sec square x. Therefore, this can be written as limit extends to pi cos square x. Cos pi minus 1 ആണ്, അതിന്റെ സ്ക്വയർ 1. ലിമിറ്റ് 1. അയാളുടെ ലിമിറ്റ് 1 ആണ്. ഹെൻസ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്താണ്? 0 ഇൻറ്റു ഇൻഫിനിറ്റിയുടെ ഫോമാറ്റ് നമ്മൾ കണ്ടു. 0 ഇൻറ്റു ഇൻഫിനിറ്റി ആണെങ്കിൽ ഒരാളെ നമ്മൾ താഴെ കൊണ്ടുവരുന്നു. അയാളുടെ ഫോമാറ്റ് നമ്മൾ മാറ്റുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ശരി, നൗ നെക്സ്റ്റ് ടൈപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ടൈപ്പ്, intermediate type of the form infinity minus infinity. Indeterminate അല്ല, indeterminate form, indeterminate type. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റി മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റി മൈനസ് ചെയ്താൽ 0 കിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ചെയ്തു കഴിഞ്ഞാൽ 0 കിട്ടുമെന്ന തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കണം, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്.
അതിൻ്റെ അകത്ത് ഇൻഫൈനൈറ്റ്ലി മെനി ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് എന്താണ് ഈവൻ നമ്പേഴ്സിനെ എല്ലാം എടുത്ത് കളഞ്ഞു. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും ഇൻഫൈനൈറ്റ് ആൾക്കാരുണ്ട്. അപ്പൊ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആണ് ചെയ്തത് എന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് ആരും ഇല്ലാതെയല്ലേ ഇരുന്നത്. അതിൻ്റെ അകത്തിന് ബാക്കിയായിട്ട് ഇൻഫൈനൈറ്റ്ലി മെനി ആൾക്കാരുണ്ട്. അതായത് ഓഡ് നമ്പേഴ്സ് മുഴുവനും ഉണ്ട്. ഓഡ് നമ്പേഴ്സ് മുഴുവനും ഉണ്ട്. ഫോർ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി 0 ആകണമെന്നില്ല. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി 0 ആകണമെന്നില്ല. ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇവിടുത്തെ നമ്മുടെ ജോലി നെസസറി ആൾജിബ്രായിക് ഓപ്പറേഷൻ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ടു 0/0 ഓർ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. നെസസറി ആൾജിബ്രായിക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇയാളെ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കുക, സോൾവ് ചെയ്യുക. ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കുക, സോൾവ് ചെയ്യുക. സിമ്പിൾ ആസ് ദാറ്റ്. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രത്യേകിച്ച് അവിടെ വേറൊരു തിയറി ഇല്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x മൈനസ് 1/sin x. നമ്മൾ നോക്കുമ്പോൾ 1/0 ഇൻഫിനിറ്റി, 1/sin 0, sin 0 0 ആണ്, 1/0 ഇൻഫിനിറ്റി. ദാറ്റ് ഇസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. sin x മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു sin x. ഇതാണ് ഞാൻ ചെയ്ത ആൾജിബ്രായിക് പ്രോപ്പർട്ടി. കാരണം എന്റെ കണ്ണിൽ ഇത് രണ്ട് ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് രണ്ടും ഒരുമിപ്പിക്കാൻ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു വഴിയുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന വഴി. അതാണ് ഞാൻ ഉപയോഗിച്ചത്. ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഫോർമാറ്റ് നോക്കാം. sin 0 മൈനസ് 0 0. ഇവിടെ 0 ഇൻറ്റു sin 0 0. sin 0 0 ആണ്, x 0 ആണ്. 0 0/0 ഫോർമാറ്റ്. 0/0 ഫോർമാറ്റ്. ലാപിറ്റാൾ റൂൾ ധൈര്യമായി ഉപയോഗിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. താഴെ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. ഇനി ലിമിറ്റ് കൊടുത്തു നോക്കാം. മുകളിൽ കോസ് എക്സ് മൈനസ് 1, അതായത് കോസ് 1 ആണ്, 1 മൈനസ് 1, കോസ് 0 1 ആണ്, 1 മൈനസ് 1 0. താഴെ സൈൻ 0 0 ആണ്, 0 ഇൻറ്റു കോസ് 0, 0 ഇൻറ്റു കോസ് 0 0 ആണ്. അപ്പൊ വീണ്ടും 0/0 ഫോർമാറ്റ്. എഗെയിൻ ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്, 1ന്റെ ഡെറിവേറ്റീവ് 0 കഴിഞ്ഞു. അടുത്ത സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസ് എക്സ്. ഇനി പ്ലസ് എക്സ് ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്, മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് അവിടെ നമ്മൾ മൈനസ് എക്സ് സൈൻ എക്സ് എന്നിടും. മൈനസ് എക്സ് സൈൻ എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. Now limit x tends to 0 minus sin x divided by cos x plus cos x 2 cos x minus x sin x. ഇനി നമ്മൾ കൊടുക്കുമ്പോൾ sin 0 0 ആണ്, sin 0 0 ആണ്, 2 ഇൻറ്റു കോസ് 0 1 ആണ്, 2 ഇൻറ്റു കോസ് 0 1 ആണ്, പിന്നെ x ഇൻറ്റു sin 0 0 ആണ്. പക്ഷെ ഡിനോമിനേറ്റർ മൊത്തത്തിൽ 0 അല്ലല്ലോ. Therefore this is equal to sin 0 is 0 divided by 2 cos 0. cos 0 1 ആണ്, 2. പിന്നെ ഇവിടെ 0 ഇൻറ്റു 0. That is equal to 0. അപ്പൊ ഇയാളുടെ ലിമിറ്റ് 0. നോക്കുക,
നമ്മൾ ഈ ഫ്രാക്ഷൻ ഒരുമിപ്പിച്ചു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുമിപ്പിച്ചു. 2 തവണ അത് ലാപിറ്റാൽ റൂൾ ഉപയോഗിക്കേണ്ടി വന്നു. 2 തവണ ലാപിറ്റാൽ റൂൾ ഉപയോഗിക്കേണ്ടി വന്നു സോൾവ് ചെയ്തു. സിമ്പിൾ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to 0 cosec x minus 1 by x. cosec x minus 1 by x. സൈൻ 0 0 ആണ്. കൊസീക്ക് എന്ന് പറയുമ്പോൾ സൈൻ്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് 1/0 ആവും, ഇൻഫിനിറ്റി ആവും. പിന്നെ ഇവിടെ 1/0 ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമാറ്റ് കിട്ടും. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ശരി, എനിക്ക് ഇനി ഇവിടെ എന്ത് ആൾജിബ്രായിക് ഓപ്പറേഷൻ ഉപയോഗിക്കാൻ കഴിയും? പറയാൻ കഴിയുമോ? ഫ്രാക്ഷൻ ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഫ്രാക്ഷൻ ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ ഫ്രാക്ഷൻ, മറ്റേ ഫ്രാക്ഷൻ അല്ലല്ലോ. അതുകൊണ്ട് ഇനി അത് ചെയ്തിരിക്കണ്ടല്ലോ. അത് വേണമെങ്കിൽ നമുക്കൊരു ഇത് ചെയ്യാം, നമുക്കൊരു കടുങ്കൈ ചെയ്യാം. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല. നമ്മൾ അതിന് മുൻപ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. കൊസീക്കിനെ 1/sin എന്ന് എഴുതും. കൊസീക്കിനെ 1/sin എന്ന് എഴുതും. അപ്പൊ ഇത് തൊട്ടു മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ ഇക്വലന്റ് ആവും. 1/x മൈനസ് സൈൻ എക്സും ഇവിടെ 1/sin x മൈനസ് 1/x എന്നാവും. നേരത്തെ 0 ആണല്ലോ കിട്ടിയത്, ഇപ്രാവശ്യവും 0 തന്നെ കിട്ടും. ഒരു മൈനസിന്റെ വ്യത്യാസമേ ഉള്ളൂ. -0 ആണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? -0 ആണ് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് അത് 0. തൊട്ടടുത്ത് ചെയ്തുകൊണ്ട് ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. കാരണം അത് തൊട്ടു മുമ്പേ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ ഇനി കൂടുതൽ സ്റ്റെപ്പ് ചെയ്ത് കുളവാക്കുന്നില്ല. പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഞങ്ങൾ 1/sin x മൈനസ് 1/x ആണ്. തൊട്ടു മുമ്പേ ചെയ്തത് 1/x മൈനസ് 1/sin x ൻ്റെതാണ്. അത് 0 കിട്ടി. ഇത് മൈനസ് വരും. -0 0 കഴിഞ്ഞു. നമ്മൾ കൂടുതൽ അതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ലിമിറ്റ് x tends to 0 1/x square minus cos 3x divided by x square. 1/x square minus cos 3x divided by x square. ഫോമാറ്റ് നോക്കാം. 1/0 0 1/0 ഇൻഫിനിറ്റി minus cos 0 1/0 1/0 again ഇൻഫിനിറ്റി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡിനോമിനേറ്റർ 2 സെയിം ആണ്. അതുകൊണ്ട് ദിസ് വിൽ ബി ലിമിറ്റ് x tends to 0 1 minus cos 3x divided by x square. Which is equal to limit x tends to 0 കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്, മൈനസ് സൈൻ എക്സ് ആണ്. മൈനസും കൂടെ പ്ലസ് ആകും. അതുകൊണ്ട് sin 3x. 3xന്റെ ഡെറിവേറ്റീവ് 3 ആണ്. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. That is equal to limit x tends to 0 3 sin 3x divided by 2x. ഫോർമാറ്റ് നോക്കാം. എക്സിന് 0 എടുക്കുമ്പോൾ sin 0 divided by 0 0/0 ഫോർമാറ്റ്. 0/0 ഫോർമാറ്റ്. ഞാനിവിടെ 0/0 എന്ന് എഴുതിയില്ല, ലാപിറ്റാൽ റൂൾ ഉപയോഗിച്ചു. ഇനി ഇവിടെ ലിമിറ്റ് x tends to 0 വീണ്ടും ലാപിറ്റാൽ റൂൾ ഉപയോഗിക്കുമ്പോൾ 3 into cos 3x into 3 divided by 2. That is equal to limit x tends to 0 9/2 cos 3x. cos 0 1 ആണ്. cos 3 into 0 cos 0 1. Therefore limit 9/2.
9/2 ആണ് നമ്മുടെ ലിമിറ്റ്. കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അവിടെ കാര്യമായിട്ടൊന്നുമില്ല.